ഹലോ, നമുക്കിന്ന് പോളിനോമിയൽസിൻ്റെ ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യാം. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നാണ്. ഓക്കെ, ഇതും ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് പോളിനോമിയൽസ് സെലക്ട് ചെയ്ത് ചെയ്യാം. ഓക്കെ, ദ ഗിവൺ ലീനിയർ പോളിനോമിയൽ y ഈക്വൽസ് എഫ് ഓഫ് എക്സ് ഹാസ്. സോ ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് എത്ര സീറോസ് ഇതിനുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഗ്രാഫിൽ നോക്കൂ, ഈ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആവുന്നത് ഏത് പോയിന്റ് ആണോ അതാണ് നമ്മുടെ സീറോസ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 0 ആവണം. അപ്പോൾ അത് ഏത് പോയിന്റ് ആണ്? എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞ പോയിന്റിലാണ്. സോ 1 0 ആണുള്ളത്. ദ 0 ഈസ് 3. സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ്. റൈറ്റ് ദ നേച്ചർ ഓഫ് റൂട്ട്സ് ഓഫ് ദ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 9x സ്ക്വയർ മൈനസ് 6x മൈനസ് 2 ഈക്വൽസ് 0. സോ ഇതിന് നമ്മൾ എല്ലാം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഡിസ്ക്രിമിനൻറ്റ് മാത്രം എടുത്ത് ചെയ്താൽ മതി. നേച്ചർ ഓഫ് ദ റൂട്ട്സ് കാണാൻ b സ്ക്വയർ മൈനസ് 4ac. ഇപ്പോൾ a ഈക്വൽസ് ടു 9 ആണ്, b ഈക്വൽസ് മൈനസ് 6 ആണ്, c ഈക്വൽസ് മൈനസ് 2 ആണ്. b സ്ക്വയർ 36 മൈനസ് 4 ടൈംസ് 9 ടൈംസ് മൈനസ് 2. സോ ഈക്വൽസ് 36 പ്ലസ് 4 9 36 72. That is 108. സോ b സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലേ. അതുകൊണ്ട് ടു ഡിസ്റ്റിങ്ക്റ്റ് റിയൽ റൂട്ട്സ് ആണ് കറക്റ്റ് ആൻസർ. If alpha beta are zeros of quadratic polynomial 5x square plus 5x plus 1, find the values of alpha square plus beta square. So നമുക്ക് തന്നിരിക്കുന്ന പോളിനോമിയൽ 5x square plus 5x plus 1. നമ്മൾ ജനറൽ ഇക്വേഷൻ അറിയാലോ, എക്സ് സ്ക്വയർ മൈനസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് ആൽഫ ബീറ്റ. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ നമ്മൾ പോസിറ്റീവ് 1 ആക്കാണ്. സോ എക്സ് സ്ക്വയർ പ്ലസ് 5x by 5 പ്ലസ് 1 by 5. 5x by 5 1 ആവും. സോ ആൽഫ പ്ലസ് ബീറ്റയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ -1 ആണല്ലേ. സോ ഇത് രണ്ടും ക്യാൻസൽ ഔട്ടായി 1 ആവുന്നു. പക്ഷെ ഇവിടെ പോസിറ്റീവ് സൈൻ ആണ്. നമ്മുടെ ജനറൽ ഇക്വേഷനിൽ അത് നെഗറ്റീവ് ആണ്. സോ ആൽഫ പ്ലസ് ബീറ്റ -1 ആണ്. ആൽഫ ബീറ്റയോ? ആൽഫ ബീറ്റ 1 by 5 ആണ്. ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ആൽഫ പ്ലസ് ബീറ്റ നമുക്കറിയാമെങ്കിൽ ഇതിൻ്റെ ഹോൾ സ്ക്വയർ എന്തായിരിക്കും? ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ പ്ലസ് 2 alpha beta. Okay, so alpha plus beta the whole square minus 2 alpha beta ചെയ്താൽ നമുക്ക് alpha square plus beta square കിട്ടും അല്ലേ. So alpha plus beta the whole square എന്താണ്? -1 square. -1 whole square minus 2 alpha beta എന്താണ്? alpha beta 1 by 5. Okay, so 1 minus 2 by 5. 3 by 5 ആണ് ആൻസർ. നമുക്ക് അപ്പോൾ ആദ്യത്തെ ആൻസർ കിട്ടി, ആൽഫ സ്ക്വയർ പ്ലസ് ബീറ്റ സ്ക്വയർ. ഇനി ആൽഫ റേസ് ടു -1 പ്ലസ് ബീറ്റ റേസ് ടു -1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 by ആൽഫ പ്ലസ് 1 by ബീറ്റ എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബീറ്റ പ്ലസ് ആൽഫ ഡിവൈഡഡ് ബൈ ആൽഫ ബീറ്റ എന്ന് വരും അല്ലേ. ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ സെയിം തന്നെ -1. ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1 divided by 5. സോ -1 divided by 1 by 5, that is -5. Okay, so ഇതിൻ്റെ ആൻസർ 3 by 5. ഇതിൻ്റെ ആൻസർ -5. A motor boat whose speed is 18 km/h in still water. It takes 1 hour more to go 24 km upstream than to return downstream to the same spot. Find the speed of stream. ഇപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അപ്സ്ട്രീം എന്താ ഡൗൺ സ്ട്രീം എന്താണെന്ന് അറിയണം. അപ്സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോട്ട് പോകുന്നത് റിവറിൻ്റെ റിവർ ഒരു ഫ്ലോയിൽ പോവുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതാണെങ്കിലാണ് അപ്സ്ട്രീം എന്ന് പറയുക. ഡൗൺ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റിവറിൻ്റെ അതേ ഫ്ലോ, ഏത് ഫ്ലോയിലാണോ റിവർ പോകുന്ന ആ ഡയറക്ഷനിലേക്ക് തന്നെ ബോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെ ഡൗൺ സ്ട്രീം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓഫ് കോഴ്സ് അപ്സ്ട്രീമിന് കുറച്ച് ടൈം കൂടുതലെടുക്കും. റിവറിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് മൂവ് ചെയ്യല്ലേ, അപ്പോൾ കുറച്ച് ടൈം കൂടുതലെടുക്കും. ആ ടൈമാണ് അവർ പറഞ്ഞിരിക്കുന്നത് 1 hour എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. ഓക്കെ, 24 km ആണ് മൊത്തം ഡിസ്റ്റൻസ്. അപ്പോൾ ഡൗൺ സ്ട്രീം ആയപ്പോൾ റിവറിൻ്റെ ഫ്ലോയിൻ്റെ സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് 1 hour കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി അപ്സ്ട്രീം എന്ന് പറയുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ B-S km/h എന്ന് പറഞ്ഞിട്ടില്ലേ. ബി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബി എന്ന് പറഞ്ഞാൽ സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിൻ്റെ സ്പീഡാണ്. എസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണ്. സോ ഈ ഇക്വേഷനിലാണ് നമ്മൾ ഈ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ എക്സ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ആൻസർ ചെയ്യുമ്പോൾ. ഡൗൺ സ്ട്രീമിലാണെങ്കിൽ ഈ വെലോസിറ്റി എന്ന് പറയുന്നത് ആഡ് ചെയ്താണ് വരിക. ഓക്കെ,
അതായത് കുറച്ചും കൂടി ഈസി ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ ബോട്ട് മൂവ് ചെയ്യാൻ. അപ്പോൾ ടോട്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഈ സ്ട്രീമിൻ്റെ വെലോസിറ്റിയും സ്ട്രീമിൻ്റെ സ്പീഡും ബോട്ടിൻ്റെ സ്പീഡും കൂടെ ആഡപ്പ് ആണ് ചെയ്ത് വരിക. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ബോട്ടിന് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എഴുതാം. ഇതൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എഴുതി തന്നെ ചെയ്യാം. ലെറ്റ് ദ സ്പീഡ് ഓഫ് ദ സ്ട്രീം ബി എക്സ് കിലോമീറ്റർ. സ്പീഡ് ഓഫ് ദ സ്ട്രീം ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ. സോ സ്പീഡ് ഓഫ് ദ സ്ട്രീം എന്ന് പറയുന്നത് നമുക്ക് അറിയാത്ത കാര്യമാണ്. സ്പീഡ് ഓഫ് സ്ട്രീം ഈക്വൽസ് എക്സ് കിലോമീറ്റർ പെർ അവർ. ഞാനിവിടെ എസ് എന്നാണ് ഇക്വേഷനിൽ ഇട്ടിരിക്കുന്നത്, പക്ഷെ നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് എടുക്കുകയാണ് എക്സ് എന്ന്. നമ്മൾ എപ്പോഴും അൺനോൺ എക്സ് എന്ന് എടുക്കുന്നതുകൊണ്ട് എക്സ് എന്ന് എടുത്താണ്. ഏത് ലെറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ദ സ്പീഡ് ഓഫ് ദ ബോട്ട് അപ്സ്ട്രീം, സ്പീഡ് ഓഫ് ദ ബോട്ട് അപ്സ്ട്രീം. അപ്സ്ട്രീം എന്ന് പറഞ്ഞാൽ റിവറിൻ്റെ ഫ്ലോയ്ക്ക്, ആ സ്ട്രീമിൻ്റെ ഫ്ലോയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പോവാണ്. അപ്പോൾ സ്പീഡ് ഡിക്രീസ് ആവും അല്ലേ. അതായത് സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 18 കിലോമീറ്റർ പെർ അവർ. അതിൽ നിന്ന് ഈ സ്ട്രീമിൻ്റെ സ്പീഡ് കുറയ്ക്കണം നമുക്ക്. ഓക്കെ, എങ്കിൽ മാത്രമേ അപ്സ്ട്രീമിൻ്റെ സ്പീഡ് കിട്ടുള്ളൂ, കിലോമീറ്റർ പെർ അവർ. ഓക്കെ, സ്പീഡ് ഓഫ് ദ ബോട്ട് ഡൗൺ സ്ട്രീം എന്തായിരിക്കും? ദ ബോട്ട് ഡൗൺ സ്ട്രീം ഈക്വൽസ് സ്റ്റിൽ വാട്ടറിലുള്ള ബോട്ടിൻ്റെ സ്പീഡ് പ്ലസ് ആ സ്ട്രീമിൻ്റെ സ്പീഡ് എക്സ് ആണ്. അത്രയും, കാരണം സ്പീഡ് കൂടുതലായിരിക്കും റിവറിൻ്റെ ഫ്ലോയുടെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ. അതാണ് 18 പ്ലസ് എക്സ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ടൈം ടേക്കൺ ടു ഗോ അപ്സ്ട്രീം. അതെന്തായാലും കൂടുതലായിരിക്കുമല്ലോ അല്ലേ. ടൈം ടേക്കൺ ടു ഗോ അപ്സ്ട്രീം, നമുക്ക് വെലോസിറ്റി ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഓവർ സ്പീഡ് ചെയ്യാം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെലോസിറ്റി എന്ന് പറയുന്നുണ്ട്, അത് നിങ്ങൾ സ്പീഡായിട്ട് വിചാരിക്കും കേട്ടോ. വെലോസിറ്റി നമ്മൾ ഡയറക്ഷനും കൂടെ ചേർത്ത് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ സ്പീഡെന്ന് മനസ്സിലാക്കിയാൽ മതി. 24 ഡിവൈഡഡ് ബൈ 18 മൈനസ് എക്സ് അവേഴ്സ്. ഇതൊക്കെ അല്ലേ? അപ്സ്ട്രീമിൽ പോകുന്ന സ്പീഡും ഡിസ്റ്റൻസും വെച്ചിട്ട് നമ്മൾ ടൈം കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, ദ ടൈം ടേക്കൺ. അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? ദ ടൈം ടേക്കൺ to go downstream. Okay, അതും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. 24 ഡിവൈഡഡ് ബൈ 18 പ്ലസ് എക്സ് അവേഴ്സ്. സോ ഇതിൽ ഏതാണ് ടൈം കൂടുതൽ എടുക്കുന്നത്? അപ്സ്ട്രീമിനാണ് ടൈം കൂടുതൽ എടുക്കുന്നത്. സോ നമുക്ക് ഗിവൻ ഡീറ്റെയിൽ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിനേക്കാളും 1 അവർ കൂടുതലാണ്. സോ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? എല്ലാം അവറിലായതുകൊണ്ട് 1 അവർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇനി ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിൽ കൺവേർട്ട് ചെയ്യണം. 24 കോമൺ എടുക്കാം. 1/18 മൈനസ് എക്സ് മൈനസ് 1/18 പ്ലസ് എക്സ് ഈക്വൽസ് 1. ഓക്കെ, 18 പ്ലസ് എക്സ് മൈനസ് 18 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 18 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എ പ്ലസ് ബി ടൈംസ് എ മൈനസ് ബി എന്നുള്ള രീതിക്കാണ് 18 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എടുത്തത്. കാരണം ഇത് രണ്ടും ഈ ടേമും മൾട്ടിപ്ലൈ ആണ്. സോ എ പ്ലസ് ബി ടൈംസ് എ മൈനസ് ബി. സോ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈക്വൽസ് 1/24. ഓക്കെ, 18 മൈനസ് 18, ഇവിടുത്തെ 18 ആൻഡ് 18 ക്യാൻസലായി. എക്സ് മൈനസ് മൈനസ് എക്സ് 2x ആയി. ഓക്കെ, 2x ഡിവൈഡഡ് ബൈ 18 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽസ് 1/24. ഓക്കെ അല്ലേ? So 18 square minus x square 8x. So ഇത് ഈ ടേംസ് രണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് പ്ലസ് 48x മൈനസ് 18 സ്ക്വയർ ഈക്വൽസ് 0. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എക്സ് കണ്ടുപിടിക്കാൻ എങ്ങനെ യൂസ് ചെയ്യാം? മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം കേട്ടോ. ആലോചിച്ചിരുന്ന് ടൈം കളയരുത്, പെട്ടെന്ന് തന്നെ ഈ ഇക്വേഷൻ എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, മൈനസ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് 48 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് 48 സ്ക്വയർ. ഓക്കെ, മൈനസ് ആൻഡ് ഹിയർ ഓൾസോ ഇറ്റ് ഇസ് മൈനസ്. അപ്പോൾ ഇത് പ്ലസ് ആയി 4 ടൈംസ് a ടൈംസ് 18 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. 2 ടൈംസ് a 1, 2 ടൈംസ് 1 ആണ്. സോ മൈനസ് 48 പ്ലസ് ഓ മൈനസ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3600 ആണ്. സോ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 60 കിട്ടും ഡിവൈഡഡ് ബൈ 2. ഓക്കെ, സോ മൈനസ് 48 പ്ലസ് 60, 12 ഡിവൈഡഡ് ബൈ 2 ഓർ
minus 108 divided by 2. So negative 54 or 6 or negative 54 എന്നാണ് വരുന്നത്. ഓക്കെ, സോ നമുക്ക് നെഗറ്റീവായിട്ട് നമ്മൾ സ്പീഡ് എടുക്കുന്നില്ല, പോസിറ്റീവ് വാല്യൂ ആണ് എടുക്കുന്നത്. എക്സിൻ്റെ വാല്യൂ 6 കിട്ടിയപ്പോൾ നമുക്ക് എഴുതാം സ്പീഡ് ഓഫ് ദ സ്ട്രീം equals 6 km/h. Okay. 2 water taps together can fill a tank in 9 and 3/8 hours. The tap of larger diameter takes 10 hours less than the smaller one to fill the tank separately. Find the time in which each tap can separately fill the tank. So, time എത്രയാണ് എടുക്കുന്നത് 9 and 3/8 hours ആണ്. ഓക്കെ, നമുക്ക് ഇതും ഓവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇത് ചെയ്യണം. ഇതിനും 5 മാർക്ക് തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് എഴുതാം. ടൈം ടേക്കൺ ബൈ ലാർജർ ടാപ്പ്. ഇത് ഏത് വേണമെങ്കിലും നമ്മൾ എക്സ് എന്ന് കൊടുക്കാം, രണ്ടും നമുക്ക് അൺനോൺ ആണ്. പക്ഷെ കുറച്ചും കൂടി ഈസി ഇതാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലാർജർ ടാപ്പിന് എക്സ് കൊടുക്കുന്നത് കേട്ടോ, നെഗറ്റീവ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ടൈം ടേക്കൺ ബൈ ലാർജർ ടാപ്പ് to fill the tank ആണ് കേട്ടോ. To fill the tank equals x hours. Okay. Time taken by smaller tap. അപ്പോൾ എന്തായിരിക്കും 10 hours less than the smaller one to fill the tank. അപ്പോൾ ലാർജർ ടാപ്പിനേക്കാളും 10 hours കൂടുതൽ എടുക്കും ഒബ്വിയസ്ലി അല്ലേ. ലാർജർ ടാപ്പ് 10 hours കുറച്ചെടുക്കും എന്ന് പറഞ്ഞാൽ സ്മോളർ ടാപ്പ് 10 hours കൂടുതൽ എടുക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്മോളർ ടാപ്പ് എക്സ് ആണ് ടൈം കൊടുക്കുന്നതെങ്കിൽ ലാർജറിന് x മൈനസ് 10 hours എന്ന് കൊടുക്കണം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് എക്സ് എന്ന്, രണ്ടും അൺനോൺ ആയതുകൊണ്ട് ഏതിന് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ അല്ലേ? സോ നമുക്ക് എഴുതാം പാർട്ട് ഓഫ് ദ ടാങ്ക് ഫിൽഡ് ബൈ ലാർജർ പൈപ്പ് ഇൻ 1 hour. ലാർജർ പൈപ്പ് in 1 hour. ഇതെങ്ങനെ കണ്ടുപിടിക്കും? സോ എക്സ് അവേഴ്സിൽ കംപ്ലീറ്റ് ടാങ്ക് ഫില്ലാവും. അത് 1 യൂണിറ്റ് ആണെന്ന് വിചാരിച്ചു, കംപ്ലീറ്റ് ടാങ്ക്. സോ 1 hourൽ എത്ര പാർട്ട് ഫില്ലാവും? 1/x യൂണിറ്റ് ഫില്ലാവും അല്ലേ. സോ 1/x അത്രയും പാർട്ടാണ് ഫില്ലാവുക. അങ്ങനെയാണെങ്കിൽ പാർട്ട് ഓഫ് ദി ടാങ്ക് ഫിൽഡ് ബൈ സ്മോളർ പൈപ്പ് ഇൻ 1 hour എന്തായിരിക്കും? ഞാൻ ഇത് എഴുതുന്നില്ല. പാർട്ട് ഓഫ് ദി ടാങ്ക് ഫിൽഡ് ബൈ സ്മോളർ പൈപ്പ് ഇൻ 1 hour തന്നെ. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതണം കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് തന്നെ എഴുതണേ. 1/x + 10 അല്ലേ, സെയിം സിറ്റുവേഷൻ ആണ്. ഇനി ദ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ഇൻ, ടൈം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദ ടാങ്ക് ക്യാൻ ബി ഫിൽഡ് ഇൻ, എത്ര ടൈമിലാണ് ടാങ്ക് ഫിൽ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? 9 and 3/8 hours ഫില്ലാവും. 9 and 3/8 hours by both pipes together. Okay, so in 9 and 3/8 നമുക്ക് എന്താ എഴുതാം? ഫ്രാക്ഷൻ ആയിട്ട് തന്നെ എഴുതാം. 9 8s are 72 plus 375/8 hours എന്ന് എടുക്കാം. ഓക്കെ, മിക്സ്ഡ് ഫ്രാക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഇങ്ങനെ ഇടാം. സോ നമുക്ക് എഴുതാം part of the tank filled by both the pipes filled by both the pipes in 1 hour. So ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ. ഓക്കെ, ദിസ് ഇസ് ടൈം അല്ലേ. 75/8 hours കൊണ്ടിട്ടാണ് ആ ടാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ആവുന്നതെങ്കിൽ ഓക്കെ 1 hourൽ എത്ര ഫിൽ ആവും ചോദിച്ചാൽ ഇതിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ. 8/75 യൂണിറ്റ്സ് അത്രയും പാർട്ടാണ് ഫിൽ ആവുക. ഓക്കെ, 1 hourൽ. അപ്പോൾ നമുക്കിപ്പോൾ ഇനി പോളിനോമിയൽ ഉണ്ടാക്കാനുള്ള ഇക്വേഷൻ കിട്ടി അല്ലേ. നോക്കൂ, 1 hourൽ ലാർജർ പൈപ്പ് മാത്രമായിട്ട് ഫിൽ ചെയ്യുന്നത് 1/x, 1 hourൽ സ്മോളർ പൈപ്പ് മാത്രമായിട്ട് ഫിൽ ചെയ്താൽ 1/8 + x, 1 hourൽ രണ്ടും കൂടെ ഫിൽ ചെയ്യുകയാണെങ്കിൽ 8/75. സോ നമുക്കത് ഇക്വേറ്റ് ചെയ്തൂടെ? 1/x + 1/x + 10 equals 8/75. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x + 10 + x equals 8/75 times x² + 10x. ഓക്കെ, ഈ ഡിനോമിനേറ്റർ ടേം ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോൾ ഈ 75 ഇങ്ങോട്ടേക്ക് വരുന്നു. സോ 75 times 2x + 10 അല്ലേ, equals 8x² +
80x. So 75 times 2, 150x. 150x നമുക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. 8x square plus 80x minus 150x. അപ്പോൾ എത്ര വരും? 80x minus 150x negative 70x വരും അല്ലേ? സോ ഇവിടെ പോസിറ്റീവ് അല്ല, നെഗറ്റീവ് 70x. ദെൻ 750 എപ്പുറത്തേക്ക് വരും, അതും നെഗറ്റീവ് തന്നെയാണ്. നെഗറ്റീവ് 750 ഈക്വൽസ് 0. ഓക്കെ, ഈക്വൽസ് മൈനസ് ബി എന്ന് പറഞ്ഞാൽ 70 പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 70 സ്ക്വയർ 4900 മൈനസ് 4ac. സോ ഇവിടെ നെഗറ്റീവ് ഉള്ളത് കൊണ്ട് എനിക്കിവിടെ പ്ലസ് എന്ന് എഴുതാം. 4 times 8 32, 32 times 75 24,000. ഓക്കെ, whole divided by 2 8 16. സോ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 24,000 പ്ലസ് 4,900. ഓക്കെ, 28,900 വന്നു അല്ലേ? അപ്പോൾ അതിൻ്റെ റൂട്ട് എന്തായിരിക്കും? 170 ഡിവൈഡഡ് ബൈ 16. സോ മൈനസ് 100 by 16 or 240 divided by 16. ഓക്കെ, 15. നെഗറ്റീവ് നമ്പർ നമ്മൾ എഴുതുന്നില്ല കേട്ടോ. എക്സ് ഈസ് ഈക്വൽ ടു 15 hours അല്ലേ? ടൈം ആയതുകൊണ്ട് നെഗറ്റീവ് എടുക്കുന്നില്ല. 15 hours. സോ 15 hours എന്ന് പറയുന്നത് ഏത് ടാങ്കാണ്? ടൈം ടേക്കൺ ബൈ ലാർജർ ടാപ്പ് ടു ഫിൽ ദ ടാങ്ക് ആണ്. സോ ടൈം ടേക്കൺ ബൈ ലാർജർ ടാപ്പ് ടു ഫിൽ ദ ടാങ്ക് equals 15 hours. So obviously time taken by smaller tap എന്തായിരിക്കും? Fill the tank equals 15 plus 10, 25 hours എടുക്കും അല്ലേ? Smaller time.